ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ പഠിക്കാൻ പോകുന്നത് വർക്ക് ആൻഡ് എനർജി എന്ന ചാപ്റ്ററിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. Question: If you push an object with a force of 20 Newton and it moves 5 meter, but your friend pushes with 40 Newton and it moves 2.5 meter, who did more work? അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ടും, അപ്പോൾ നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യാണ്. അപ്പോൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് 20 ന്യൂട്ടൺ ആണ്. ആ സമയത്ത് ആ ഒബ്ജക്റ്റ് 5 മീറ്റർ മൂവ് ചെയ്തു. നിങ്ങളുടെ ഫ്രണ്ട് 40 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തത് 2.5 മീറ്റർ ആണ്. അപ്പം ആരാണ് കൂടുതൽ വർക്ക് ചെയ്തത്? അപ്പം വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് എല്ലാം ഒന്ന് എടുത്തെഴുതാം. നിങ്ങൾ യൂസ് ചെയ്ത ഫോഴ്സ് 20 ന്യൂട്ടൺ, ഡിസ്പ്ലേസ് ആയത് 5 മീറ്റർ. നിങ്ങളുടെ ഫ്രണ്ട് യൂസ് ചെയ്ത അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് 40 ന്യൂട്ടനും ഡിസ്പ്ലേസ് ആയത് 2.5 മീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് 20 × 5 100 ജൂളാണ്. നിങ്ങളുടെ ഫ്രണ്ട് ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് 40 × 2.5 100 ജൂൾ എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ രണ്ടാളും സെയിം എമൗണ്ട് ഓഫ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: ഡസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഡിപ്പെൻഡ് ഓൺ ദ സ്പീഡ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ്? അതായത് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, അതും സ്പീഡുമായിട്ട് എന്തെങ്കിലും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടോ? അപ്പോൾ പെട്ടെന്ന് നമ്മൾ സ്പീഡായിട്ട് ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അവിടെ? അതാണ് ചോദ്യം. സ്പീഡ് ഒരു ഫാക്ടറാണോ? അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ അല്ല. കാരണം നമുക്കറിയാം വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന് പറയുന്നതിൻ്റെ ഫോർമുല തന്നെ എന്താണ്? mgh എന്നാണ്. അപ്പോൾ ഈ ഫോർമുലയിൽ നമ്മൾ മാസും ഗ്രാവിറ്റി, ഹൈറ്റ് ഇതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അവിടെ ടൈമോ സ്പീഡോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര സ്ലോയിൽ ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്താലും തന്നെ സെയിം എമൗണ്ട് ഓഫ് വർക്കാണ് ആവുന്നത്. അപ്പം ഇവിടെ ടൈമും സ്പീഡും ഒന്നും ഒരു ഫാക്ടർ അല്ല. ക്വസ്റ്റ്യൻ: എ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് ദ എർത്ത് ഇൻ എ സർക്കുലർ പാത്ത്. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ ദി എർത്ത്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ സാറ്റലൈറ്റ്? അതായത് ഒരു സാറ്റലൈറ്റ് സർക്കുലർ പാത്തിലൂടെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ആ എർത്തിൽ നിന്ന് വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം എത്ര വർക്ക് ഡൺ ആണ് ഇവിടെ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. കാരണം നമുക്കറിയാലോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡയറക്ഷനിലേക്കായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എർത്തിൻ്റെ സെൻറ്ററിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് ഒരിക്കലും സെൻറ്ററിലേക്കല്ല ഡിസ്പ്ലേസ് ആവുന്നത്. സാറ്റലൈറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സർക്കുലർ പാത്തിൻ്റെ, അതായത് അലോങ് ദ ടാൻജൻ്റ് ആണ് സാറ്റലൈറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നതാണ് 0 ആണ്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻ: വൈ ഈസ് പൊട്ടൻഷ്യൽ എനർജി ഓൾവേസ് റിലേറ്റീവ്? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റിലേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചേഞ്ചസ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റോർഡ് എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഓക്കെ, അപ്പം അതിൻ്റെ ഫോർമുലയാണ് mgh എന്ന് പറയുന്നത്. ഇതിൽ h എന്ന് പറയുന്നതാണ് ഹൈറ്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു 0th പോയിന്റ് തൊട്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ഹൈറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല, ഒരു റിലേറ്റീവ് വാല്യൂ ആണ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു 0th പോയിന്റ് ചേഞ്ച് ആവുന്ന സമയത്ത് ഇവിടെ പൊട്ടൻഷ്യൽ എനർജിക്കും ചേഞ്ചസ് വരും. ക്വസ്റ്റ്യൻ: എ ഗേൾ ഈസ് ക്യാരിങ് എ സ്കൂൾ ബാഗ് ഓഫ് 3 kilogram മാസ് ഓൺ ഹെർ ബാക്ക് ആൻഡ് മൂവ്സ് 200 meter ഓൺ എ ലെവൽ റോഡ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എത്രയാണ് എന്നുള്ളതാണ്. ഒരു 3 kg മാസ് ബാക്ക് പാക്ക് ഉണ്ട് ആ കുട്ടീൻ്റെ അടുത്ത്.
200 മീറ്ററുടെ ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിക്കുന്നുണ്ട്. പക്ഷേ വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. അതായത് ഹൈറ്റിന് അവിടെ ചേഞ്ചസ് വരണം. പക്ഷേ ഈ കുട്ടി നടക്കുന്നത് ഒരു ലെവൽ റോഡിലാണ്. അപ്പോൾ ലെവൽ റോഡിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന് പറയുന്നതും 0 ആണ്. Question: A moving object of mass m comes to a stop after moving a distance s. If the frictional force is F, what was the initial kinetic energy of that object? അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ വരെ ട്രാവൽ ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്തു. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എഫ് എന്നാണെങ്കിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്രയാണ്, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യലി സ്റ്റാർട്ടിങ് സമയത്ത് ആ ഒബ്ജക്റ്റ് മൂവിങ് ആണ്. ഒരു എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരെ അത് കവർ ചെയ്തപ്പം ഇനീഷ്യലി ദാറ്റ് ഒബ്ജക്റ്റ് ഹാസ് കൈനറ്റിക് എനർജി. ഇനി ഫൈനലായപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയി. അപ്പം ഈ ഒരു എനർജി എവിടെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഇനീഷ്യൽ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതായത് ആ ഒരു എനർജി യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനായിട്ടാണ്. അപ്പം ഈ ഒരു വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആയിട്ട് ഈക്വൽ ആണ്. അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മൊത്തം വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ആയിട്ട് കൺവേർട്ടായി. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ തന്നെയാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. Question: Can an object have mechanical energy even if its kinetic energy is 0? കൈനറ്റിക് എനർജി 0 ആയാൽ കൂടി മെക്കാനിക്കൽ എനർജി ആ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാവുമോ, അതാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മെക്കാനിക്കൽ എനർജി കൈനറ്റിക് എനർജി 0 ആയിക്കഴിഞ്ഞാൽ കൂടെ ഉണ്ടാകും. മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇതിൽ കൈനറ്റിക് എനർജി 0 ആയാൽ കൂടി പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ ഒരു ഹൈറ്റിൽ വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഈക്വൽ ആയിരിക്കും. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: Two people A and B lift the same load to the same height. Person A takes 1 minute while person B takes 2 minutes. Who did more work? Who has more power? അതായത് രണ്ടാൾക്കാർ ഒരാൾ 1 മിനിറ്റ് സമയം എടുത്തിട്ട് ഒരു ലോഡ് ലിഫ്റ്റ് ചെയ്തു, 2 മിനിറ്റ് സമയം എടുത്തിട്ട് രണ്ടാമത്തെ ആളും ലിഫ്റ്റ് ചെയ്തു. അപ്പം ആരാണ് കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്, ആർക്കാണ് കൂടുതൽ പവർ? ഇവിടെ പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബിൻ്റെയും എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ, ഫോഴ്സും അതുപോലെ തന്നെ ഹൈറ്റിനും ഡിപ്പെൻഡ് ആണ്. ഓക്കെ, അപ്പം mgh എന്നാണല്ലോ അതിൻ്റെ ഫോർമുല. സോ ഇവിടെ വർക്ക് ലോഡ് എന്ന് വെയിറ്റ് ലോഡ് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നതും സെയിം ആണ്. സോ വർക്ക് ഡൺ വിൽ ബി സെയിം. പക്ഷേ പവർ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. കാരണം ഈ സെയിം വർക്ക് പേഴ്സൺ എ 1 മിനിറ്റിലാണ് ചെയ്തത്, പക്ഷേ പേഴ്സൺ 2 ചെയ്തത് 2 മിനിറ്റ് എടുത്തിട്ടാണ്. അപ്പോൾ കുറവ് സമയത്ത് സെയിം വർക്ക് ചെയ്തത് പേഴ്സൺ എ ആണ്. അപ്പോൾ പേഴ്സൺ എയ്ക്കാണ് പവർ കൂടുതൽ. Question: Can kinetic energy be negative? കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലും നെഗറ്റീവ് ആവില്ല കൈനറ്റിക് എനർജി. കാരണം കൈനറ്റിക് എനർജി എന്ന് പറയുന്നതാണ് ½ mv² ആണ്. ഇവിടെ m എന്ന് പറയുന്ന മാസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഒരു ക്വാണ്ടിറ്റി ആണല്ലോ, ക്വാണ്ടിറ്റി ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കില്ല. അപ്പോൾ മാസ് നെഗറ്റീവ് ആയിരിക്കില്ല, പോസിറ്റീവ് ആയിരിക്കും. പിന്നെ വരുന്നത് സ്ക്വയർ ഓഫ് ദ വെലോസിറ്റീസ് ആണ്, അതും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ രണ്ടും പോസിറ്റീവ് ആയിരിക്കുന്ന കേസിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് കൈനറ്റിക് എനർജി 0 ആവുന്നത്. അപ്പോൾ 0 ആവാനുള്ളതും പോസിറ്റീവ് വാല്യൂ ആവാനുള്ള ചാൻസസ് മാത്രമേ ഉള്ളൂ. Question: Describe the energy transformation that occur when you switch on a torch. ഒരു ടോർച്ച് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻസ് എന്തൊക്കെയാണ്?
ബാറ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബാറ്ററി. അപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കെമിക്കൽ എനർജി എല്ലാം കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജിയായി സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും. ഈ ഇലക്ട്രിക്കൽ എനർജി ബൾബിലേക്ക് എത്തും. അങ്ങനെ എത്തുന്ന സമയത്ത് ബൾബാണ് ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും എനർജി ട്രാൻസ്ഫോർമേഷനാണ് ടോർച്ച് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. Question: If the work done by a force is zero, does it mean that the force is zero? ചോദ്യം എന്താന്ന് വെച്ചാൽ വർക്ക് ഡൺ സീറോ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഫോഴ്സും സീറോ എന്നാണോ? അതായത് വർക്ക് ഡൺ സീറോ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഒരിക്കലും സീറോ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. വർക്ക് ഡൺ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആവുമ്പോഴാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആവുന്നത്. നമ്മളൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. നമ്മളൊരു വാളിനെ പുഷ് ചെയ്യുമ്പോൾ വി ആർ അപ്ലൈങ് സം ഫോഴ്സ്. പക്ഷെ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഡൺ സീറോ ആയല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Subscribe to this channel for more videos like this. Question: A crane lifts a 500 kilogram load to a height of 10 meter in 20 seconds. Calculate the power of the crane. അതായത് ഒരു 500 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ലോഡ് 10 മീറ്റർ ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 20 സെക്കൻഡാണ് എടുത്ത ടൈം. അപ്പം ആ ക്രെയിനിൻ്റെ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിവൺ ഡേറ്റാസ് എല്ലാം എടുത്തെഴുതാം. 500 കിലോഗ്രാം മാസ്, ഹൈറ്റ് 10 മീറ്റർ, ടൈം ടേക്കൺ 20 സെക്കൻഡ്സ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇപ്പോൾ നമ്മൾ ആദ്യം വർക്ക് ഡൺ കണക്കാക്കണം. mgh. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് 50,000 ജൂളാണ്. ഇനി വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പവറിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വർക്ക് ഡൺ ബൈ ടൈം എന്നാണ്. 50,000 ബൈ 20, അപ്പോൾ 2500 വാട്ടാണ് പവർ ഓഫ് ദ ക്രെയിൻ. Question: A ball is dropped from a height. Describe the energy changes as it falls. ഒരു ബോൾ നമ്മളൊരു ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എനർജി ചേഞ്ചസ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോള് മാക്സിമം ഹൈറ്റിൽ ഉണ്ടാവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. പക്ഷേ ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സീറോയാണ്. ഇനി ആ ബോൾ താഴത്തേക്ക് വീഴുമ്പോൾ ഹൈറ്റ് ഇവിടെ ഡിക്രീസ് ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നേരെ കൺവേർട്ട് ആവും കൈനറ്റിക് എനർജി ആയിട്ട്. താഴത്തേക്ക് വീഴും തോറും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം കൈനറ്റിക് എനർജി ഇവിടെ ഇൻക്രീസ് ആവുകയാണ്, കാരണം വെലോസിറ്റി ഇൻക്രീസ് ആവുകയാണ്. ഓക്കെ, അപ്പം ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് മുൻപ് കൈനറ്റിക് എനർജി മാക്സിമത്തിലായിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ സീറോ ആയിരിക്കും, കാരണം ഹൈറ്റ് ഡിക്രീസ് ആയി ഹൈറ്റ് സീറോയിലേക്ക് എത്തി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും സീറോ ആയി മാറി. അപ്പം ഇതാണ് എനർജി ചേഞ്ചസ്. Question: What is energy and how is it measured? What is the unit of energy? How is joule related to kilocalorie? അതായത് എനർജി എന്താണ്, എങ്ങനെയാണ് നമ്മൾ എനർജി മെഷർ ചെയ്യുന്നത്, യൂണിറ്റ് ഓഫ് എനർജി എന്താണ്, ജൂളും കിലോ കാലറിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് എനർജി. നമ്മൾ പലതരം ആക്ടിവിറ്റീസ് ചെയ്യും. ആ പലതരം ആക്ടിവിറ്റീസിലും ഉള്ളത് എനർജിയാണ്. ഈ എനർജിയാണ് വർക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് നമ്മൾ വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഷർ ചെയ്യുന്നത്. എനർജിയുടെ യൂണിറ്റും വർക്ക് ഡൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതും സെയിം ആണ്. അതായത് എനർജീൻ്റെ വർക്ക് ഡൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ എന്നാണ്. ഇനി എങ്ങനെയാണ് ജൂളും കിലോ കാലറിയും റിലേറ്റഡ്? കിലോ കാലറി എന്ന് പറയുന്നത് ഫുഡിലുള്ള എനർജി, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കിലോ കാലറി. ഇപ്പം ഒരു കാലറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ എന്നാണ്. അപ്പോൾ ഒരു കിലോ കാലറി എന്ന് പറയുമ്പോൾ 4.2 ഇൻറ്റു 1000 ജൂളാണ് ഒരു കിലോ കാലറി, അതായത് 4200 ജൂൾ. Question: The quantity of energy contained in a ripe mango is approximately 840 kilojoule. Express this energy in calorie. അതായത് ഒരു പഴുത്ത മാങ്ങയുടെ എനർജി തന്നിട്ടുണ്ട് 840 കിലോ ജൂൾ.
അപ്പം ഈ 840 കിലോ ജൂളിനെ കാലറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ എനർജി 840 കിലോ ജൂളിനെ നമ്മൾ ജൂളിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യണം. അപ്പം 8,40,000 ജൂൾ എന്ന് കിട്ടി. ഇനി ഒരു കാലറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഈ 8,40,000 ജൂളിനെയാണ് നമുക്ക് കാലറിയിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ 8,40,000 ഡിവൈഡ് ബൈ 4.2 അതായത് 2,00,000 കാലറീസ് ആണ് ഈ പഴുത്ത മാങ്ങയിൽ ഉള്ളത്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.